മേഘന ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ അതോ അവളുടെ വിവരക്കേടോ? ഇങ്ങനെ കുടുംബത്തിലെ സകല ആളുകളെയും ഒറ്റയടിക്ക് പറ്റിക്കേണ്ട അവസ്ഥ എന്തായിരുന്നു അവൾക്ക്? വേഷവും മാറി പേരും മാറ്റി ഓഫീസിൽ വന്ന് ജോയിൻ ചെയ്യുക. ചില നേരത്ത് ഭയങ്കര ബുദ്ധിമതിയാ, എന്നാൽ മറ്റു ചില സമയത്തോ ഒരു മരം മണ്ടിയാണെന്ന് തോന്നിപ്പോവും. ചില സമയത്ത് അവളുടെ രീതി കാണുമ്പോൾ വല്ലാത്ത ഇഷ്ടം തോന്നും. എന്നാൽ വേറെ ചില സമയത്തോ അവൾ നേരെ വിപരീതമായി പെരുമാറുകയും ചെയ്യും. എന്ത് ചെയ്യണമെങ്കിലും ആലോചിച്ച് മാത്രം ചുവട് വെക്കുന്ന മേഘനയ്ക്ക് ഈ ഒരു കാര്യത്തെ മാത്രം എന്തിനിങ്ങനെ ഒരു വിഡിത്തം കാണിച്ചു എന്നുള്ളതാ. സത്യം വെളിച്ചത്താകുമ്പോ ഇവിടെ എല്ലാരും അവളെ വെറുക്കും എന്നുള്ളത് അവൾ എന്തുകൊണ്ടാ ചിന്തിക്കാഞ്ഞേ? ഒരു പുഴുവിന്റെ വില പോലും അവൾക്ക് കൊടുക്കില്ല എന്ന് ഇനി അവൾക്ക് മനസ്സിലാവാഞ്ഞിട്ടായിരിക്കും. കമ്പനിയുടെ വളർച്ചയിലാണെങ്കിൽ അവളുടെ മിടുക്കും ബുദ്ധിയും കഷ്ടപ്പാടും ഒത്തിരിയുണ്ട്. ചെയ്യുന്ന ജോലിയിലൊക്കെ അവളുടെ 100% ആത്മാർത്ഥത ഉണ്ടായിരുന്നു താനും. എന്നാലും ഇവിടെ ആൾമാറാട്ടം നടത്തിയത് സമ്മതിക്കാൻ പറ്റില്ല. എന്തിനായാലും അവൾ സ്വീകരിച്ച മാർഗം തെറ്റാണ്. അതൊരിക്കലും അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതല്ല. ഞാനതൊരിക്കലും ചെയ്യുകയില്ല. എനിക്കറിയാവുന്ന കൊച്ചു കൊച്ചു ജോബ് ഓഫേഴ്സ് ഇതിലുണ്ട്. വേണമെങ്കിൽ ശ്രമിച്ചു നോക്ക്. താങ്ക് യു സോ മച്ച് മഞ്ജരി. ഇനിയിപ്പോ എനിക്ക് വേണ്ടി അല്ലെങ്കിലും നിന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഈ ഇന്റർവ്യൂസിനെല്ലാം പോവും. എന്റെ നന്മയെക്കുറിച്ച് ചിന്തിക്കുന്ന മഞ്ജരിയുടെ മനംമാറ്റം തന്ന ധൈര്യത്തിൽ ഇതിലേതെങ്കിലും ഒരു ജോലി ഞാൻ ഉറപ്പായിട്ടും നേടുകയും ചെയ്യും. താങ്ക് യു സോ മച്ച് മഞ്ജരി. മഞ്ജരി, മഞ്ജരി, എണീക്ക് മഞ്ജരി. ഈയിടെയായിട്ട് കിടക്കി കിടന്ന ഉറക്കം വരാത്തതുകൊണ്ടാണോ സോഫയിൽ തന്നെ സെറ്റിലായത്? മേഘനയുടെ അടുത്ത പ്ലാൻ എന്താണെന്ന് ആലോചിച്ച് ഞാൻ ആകെ ഭ്രാന്ത് പിടിച്ച പോലെയായി. മഞ്ജരി, രാത്രിയിൽ ശരിക്കും ഉറങ്ങിയിട്ടില്ലാന്ന് തോന്നുന്നു. എന്തിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് കിടന്നേ? എന്ത് കാര്യത്തിന് നീ ഇത്രയേറെ ടെൻഷൻ അടിക്കുന്നേ? ഞാൻ ആരെയും കുറിച്ച് ചിന്തിക്കുന്നുമില്ല, ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കുന്നുമില്ല. ഇനി എന്റെ ടെൻഷന്റെ പേരിൽ നീ ടെൻഷൻ അടിക്കണ്ട. അതൊരിക്കലുമില്ല. പക്ഷെ നീ എന്തോ തീവ്രമായ ആലോചനയിലാണെന്നുള്ള കാര്യം ഉറപ്പാ. നിന്റെ ഉറക്കം പോലെ അത് നഷ്ടപ്പെടുത്തി കളയുന്നു എന്നുള്ളത് ഉറപ്പ്. ഈയിടെയായിട്ട് ഭക്ഷണം പോലും നിനക്ക് ശരിക്കും ഇറങ്ങുന്നില്ല എന്ന് തോന്നുന്നല്ലോ. പറഞ്ഞില്ലേ ഞാൻ, നീ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നും എനിക്കില്ല. അതോർത്ത് നീ വിഷമിക്കേണ്ട. എന്നാ ശരി. നിന്റെ നാവ് നുണ പറയുന്നുണ്ടെങ്കിലും ചുവന്ന് തളർന്ന ഈ കണ്ണുകളിൽ നിന്റെ കഥ വായിച്ചെടുക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. രാത്രിയിൽ മുഴുവൻ ചിന്തിച്ച് ചിന്തിച്ച് തല പുണ്ണായി കാണുമല്ലേ? ഒരു നല്ല കോഫി എടുത്തിട്ട് വരട്ടെ? അല്ലെങ്കിൽ പിന്നെ പ്രോട്ടീൻ പൗഡർ വല്ലതും എടുത്തോണ്ട് വന്നാലോ? കുറച്ച് എനർജി കിട്ടും നിനക്ക്. എന്താ നിന്റെ പ്ലാൻ? ഓവർ ആക്ഷൻ ആണല്ലോ. നിന്റെ കെയറിംഗ് ഒന്നും എനിക്ക് വേണ്ട. എന്റെ ജോബിനെ കുറിച്ചും കരിയറിനെ കുറിച്ചും നീ ഒരുപാട് ടെൻഷൻ അടിച്ചതല്ലേ മഞ്ജരി? എന്നെ അത്രയേറെ സഹായിച്ച നിനക്ക് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളെങ്കിലും ഞാൻ ചെയ്തു തരണ്ടേ മഞ്ജരി? മേഘ്നെ, നിന്റെ അധിക പ്രസംഗം എന്റെ അടുത്ത് വേണ്ട. നീ ഇത് എന്തിനുള്ള പുറപ്പാടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ആ പേപ്പർ കൊണ്ട് തന്നത് കുത്തിക്കാണിച്ചെന്നെ നാണം കെടുത്ത.
എന്തു പറ്റി മേഘനെ? മഞ്ജരി എന്തൊക്കെയാ പറയുന്നേ? ഏയ് പ്രത്യേകിച്ചൊന്നുമില്ല അച്ഛാ. ഈയിടെയായിട്ട് മഞ്ജരിക്ക് എന്നോട് വല്ലാത്ത സ്നേഹ കൂടുതലാണെന്ന് തോന്നുന്നു. എന്റെ നല്ല ഭാവിക്ക് വേണ്ടി വല്ലാതെ പാടുപെടുന്നുണ്ട് അവള്. എന്റെ ജീവിതം നന്നായിരിക്കാൻ വേണ്ടി ഉറക്കൊളിച്ച് ടെൻഷൻ അടിക്കുക. അപ്പൊ ഞാൻ അതിന്റെ നന്ദി പ്രകടിപ്പിക്കണമല്ലോ. അതുകൊണ്ട് ഒരു ഗ്ലാസ് കാപ്പി എടുത്തു തരട്ടെ എന്ന് ചോദിക്കായിരുന്നു. എന്റെ മനസ്സ് ഇവൾക്ക് മനസ്സിലാവുന്നില്ല. അവള് വെറുതെ എന്നെ കുറ്റപ്പെടുത്തുകയാണ് അച്ഛാ. നീ നന്ദി പ്രകടിപ്പിക്കേണ്ട അത്ര വലിയ കാര്യമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. നിന്റെ നന്ദി നീ കൊണ്ടുപോയി പുഴുങ്ങി തിന്നാ മതി. വിട്ടുകള മേഘനെ. നന്ദി പറഞ്ഞാലും അത് സ്വീകരിക്കാൻ ഒരു മനസ്സൊക്കെ വേണം മോളെ. അത് മഞ്ജരിക്ക് ഇല്ലെന്ന് തോന്നുന്നു. ഇനി നീ ചുമ്മാ പറയാൻ നടക്കണ്ട. മേഘനെ, ഉം? ഇവിടെ ഇത്രയും വലിയ പുകലുണ്ടാക്കിയിട്ട് നിനക്കൊരു കൂസലില്ലാതെ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നെങ്ങനെയാ? പുകിലുണ്ടാക്കിയത് ഞാനല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ അത് പുകിലാണെന്ന് കരുതാനും മാത്രം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. നീ ആൾമാറാട്ടം നടത്തി കണ്ടെത്തിയ ജോലി നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ട് നീ നടത്തിയ നാടകം പൊളിഞ്ഞ് പാളീസാവുകയും ചെയ്തു. നിന്റെ കഷ്ടപ്പാടെല്ലാം വെറുതെ ആയില്ലേ ഇപ്പോ? അല്ല, അതിന്റെ പേരിൽ ചെറിയൊരു വേദനയെങ്കിലും മനസ്സിലുണ്ടാവേണ്ടതല്ലേ? പക്ഷേ നിനക്ക് അങ്ങനെ ഒരു കുലുക്കം പോലും കാണുന്നില്ലല്ലോ എന്ന് ഓർക്കായിരുന്നു. അയ്യോ, എനിക്കെന്തോ പറ്റിയെന്നും പറഞ്ഞ് കരഞ്ഞോണ്ടിരുന്നാലേ അടുത്തത് എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കാൻ പോലും നമ്മളെ കൊണ്ട് പറ്റില്ല. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് ഗവേഷണം നടത്തിയ അടുത്ത ചുവടിനെ കുറിച്ച് ചിന്തിക്കാനോ അവസരം കിട്ടില്ല. അതുകൊണ്ട് കഴിഞ്ഞതൊക്കെ വിട്ട് അടുത്തത് എന്ത് നടപടി എടുക്കണമെന്ന് ആലോചിക്കുകയായിരുന്നു. ദാ ഇപ്പോഴും അത് തന്നെയാ ചെയ്യുന്നേ. അതല്ല, നീ ഇത്രയ്ക്ക് കൂളായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ വേറെന്തോ സ്ട്രോങ് പ്ലാൻ തന്നെയുണ്ട്. അതെന്താന്ന് നീ പറയുന്നില്ലെന്നേ ഉള്ളൂ. സൂത്രങ്ങൾ ഒപ്പിക്കാനും അത് ആസൂത്രണം ചെയ്യാനും എനിക്ക് നിങ്ങളുടെ അത്രയൊന്നും ബുദ്ധിയും വിവരമൊന്നും ഇല്ലല്ലോ. ഞാൻ ഈ വീട്ടിനകത്ത് അടുക്കള പണിയും ചെയ്ത് ജീവിക്കാൻ വേണ്ടിയല്ലേ മിഥുനേട്ടനും മഞ്ജരിയും കൂടി എനിക്ക് എന്റെ ജോലി പോലും ഇല്ലാണ്ടാക്കിയത്. ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ദേ ഈ പാത്രങ്ങളെല്ലാം കഴുകി, എല്ലാവരുടെയും തുണി കഴുകി, ബാത്റൂം എല്ലാം കഴുകി വൃത്തിയാക്കി, ഇവിടെ കാണുന്ന പണിയെല്ലാം ചെയ്തിങ്ങനെ ഒതുങ്ങി കൂടിക്കോളാം. നിങ്ങളുടെ ടാർഗറ്റ് അതായിരുന്നല്ലോ. ഉന്നം തെറ്റാതെ വിജയിക്കുകയും ചെയ്തു. ഇപ്പൊ സന്തോഷായി കാണുമല്ലോ. മേഘന ഈ പുറത്ത് കാണിക്കുന്നൊന്നുമല്ല, ഉള്ളിലും മറ്റെന്തൊക്കെയോ ഉണ്ട്. അവളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്കും മനസ്സിലെ ചിന്തകൾക്കും വലിയ വ്യത്യാസം ഉണ്ടെന്നുള്ളത് ഉറപ്പാ. ഇനി എന്തായിരിക്കും ഇവളുടെ പ്ലാൻ? വാ രാജേശ്വരി. ചേച്ചി, ദേ രാജേശ്വരി വന്നിട്ടുണ്ട്. ഇരിക്ക്. സുഖാണോ ആന്റി? സുഖായിരിക്കുന്നു മിഥുൻ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നല്ല വിശേഷങ്ങളാണ് അരുണുമേ. പ്രത്യേകിച്ച് ഇങ്ങോട്ട് ക്ഷണക്കത്ത് റെഡി ആയിട്ടുണ്ട്. ആദ്യത്തെ കത്ത് ഇവിടെ തന്നെ തന്നിട്ട് പോവാന്ന് കരുതി. അങ്ങനെ സഞ്ജനയുടെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു.
ജയദേവേട്ട, അരുണിമേ, ആ. ഇതാ ആദ്യത്തേത് നിങ്ങൾ തന്നെ വാങ്ങിക്കണം. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി രാജേശ്വരി. വൈകാതെ പ്രിയമതയും രാജേശ്വരിയും തമ്മിലുള്ള സുഹൃത്ത് ബന്ധം ഒരു കുടുംബ ബന്ധമായി മാറാൻ പോവാണല്ലേ? ഞങ്ങളുടെ വീട്ടിലെ കുട്ടി നിങ്ങളുടെ വീട്ടിലെ മരുമകളാവാൻ പോകുന്നു. അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാൻ തന്നെയാ. കച്ചവട സാമ്രാജ്യത്തിന്റെ അമരത്തിരിക്കുന്ന നന്ദൻ കുടുംബമായിട്ട് എന്റെ മോനും മോക്കും ഒരു ബന്ധം ഉണ്ടാവാന്ന് വെച്ച വലിയ കാര്യമാ. ഞങ്ങൾക്കും ആസ്തിക്കും അന്തസ്സിനൊന്നും കുറവില്ലെങ്കിലും നിങ്ങളുടെ പ്രശസ്തിക്ക് മുന്നില് ഞങ്ങൾ ഒരു പടി താഴെ തന്നെയാ. നന്ദൻ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെ എന്റെ മോന് കിട്ടുകയെന്ന് വെച്ചാ ഞങ്ങളുടെ കുടുംബത്തിന് അതൊരു കൊച്ചു കാര്യമല്ല അരുണിമേ. എന്നാ ശരി അരുണിമേ, ഇന്ന് തുടങ്ങി എല്ലാവരെയും കണ്ട് ക്ഷണക്കത്ത് കൊടുക്കാൻ ആരംഭിക്കണം. ഒത്തിരി ബന്ധുക്കളെ കാണാനുണ്ട്, ഇറങ്ങിക്കോട്ടെ. ആയിക്കോട്ടെ. ബായ് മിഥുൻ. വാ. ഡിസൈൻസ് കൊള്ളാല്ലേ? നന്നായിട്ടുണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷായി പ്രിയമത. ചേച്ചിയെ പോലെ എനിക്ക് സന്തോഷിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ആനന്ദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാ അത് ഇടയ്ക്ക് വെച്ച് അണഞ്ഞു പോകുന്നുള്ള പേടിയാ എന്നെ പിന്തിരിപ്പിക്കുന്നത്. അതെന്താ ചെറിയമ്മ അങ്ങനെ പറഞ്ഞേ? പിന്നെ എന്താ ഇതും ഞാൻ പറയണ്ടേ? നമ്മളെല്ലാവരും ഈ കല്യാണം ഒന്ന് ഭംഗിയായിട്ട് നടന്നു കിട്ടിയാൽ മതിയെന്ന് വിചാരിക്കുമ്പോ ഇത് മുടക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നവർ ഇവിടെ തന്നെ ഉണ്ടല്ലോ. എന്റെ സന്തോഷത്തിൽ മണ്ണിടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഓരോരുത്തരും. അത് ഓർക്കുമ്പോഴാണ് എനിക്ക് പേടിയാവുന്നത്. അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട. ഇവിടെ ആരൊക്കെ ചേർന്ന് എന്ത് ആസൂത്രണം ചെയ്താലും ഒന്നും എന്റെ മുന്നിൽ വിലപ്പോവില്ല. അവരെ ഒതുക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. അരുണിമേച്ചി ഉണ്ടല്ലോ എന്നുള്ളത് മാത്രം ഇപ്പൊ എന്റെ ധൈര്യം. പക്ഷെ ഞാൻ എത്ര തന്നെ ധൈര്യം സംഭരിച്ചാലും പാറ പോലെ കുലുങ്ങാതെ നിന്നാലും അവരുടെ ഗൂഢാലോചനയ്ക്ക് മുമ്പിൽ എന്റെ മോളുടെ കല്യാണം മുടങ്ങുമെന്നുള്ള പേടി എന്നെ വിട്ട് പോകുന്നില്ല. നീ ഇതിപ്പോ ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ് ഫലിപ്പിക്കണമെന്നൊന്നുമില്ല. അല്ല, നീ ആരെയാ സംശയിക്കുന്നത്? അതങ്ങ് തുറന്നു പറ. വേറെ ആരെയായിരിക്കും ചെയ്തേ വേട്ട? മേഘനയെ തന്നെ. ഈ കല്യാണക്കാര്യം സംസാരിക്കാൻ തുടങ്ങിയപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാ. മേഘനയ്ക്ക് എന്റെ സന്തോഷം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അവളുടെ കണ്ണുകളുടെ അസൂയയുടെ അഗ്നിയാണ്. സഞ്ജനയുടെ കല്യാണം മുടക്കുന്നതുവരെ അവൾ അടങ്ങിയിരിക്കുന്നു തോന്നുന്നില്ല. നമ്മുടെ സന്തോഷം കണ്ട് അസൂയപ്പെടാൻ മാത്രം മേഘനയിൽ ഒരു ദുഷ്ടതരവുമില്ല. ജയദേവേട്ടൻ എപ്പോഴും മേഘനയ്ക്ക് സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിക്കൂ. പക്ഷെ അവള് നമ്മുടെ പുറകെ കൂടെ താങ്ങുന്നത് ജയദേവേട്ടൻ അറിയുന്നില്ല. മദർ തെരേസയുടെ മുഖംമൂടി അണിഞ്ഞോണ്ട് നടക്കുക അവള്. ആ മുഖംമൂടിക്ക് പുറകിൽ ഒരു കള്ളിയങ്കാട്ട് നീലയാണ് ഒളിഞ്ഞിരിക്കുന്നത് ജയേട്ടാ. ഈ കല്യാണത്തിന് ഇടപെടാൻ പാടില്ലെന്ന് മേഘനയെ ഞാൻ വിലക്കിയിട്ടുള്ളതാ. ഒരു കാരണവശാലും ഇനി അവൾ ഇതിൽ തലയിടാൻ വരില്ല. ഒരു മിനിറ്റ് മിഥുനേട്ടാ.
ഞാനൊന്ന് സംസാരിച്ചോട്ടെ? ഞാൻ ഈ കല്യാണം മുടക്കാൻ നോക്കാണെന്നല്ലേ നിങ്ങൾ എല്ലാവരും പറയുന്നത്. പക്ഷെ എന്റെ ഉദ്ദേശം എന്താണെന്നോ എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നുവെന്നോ ചോദിക്കാൻ പോലും ആരും എന്താ തയ്യാറാവാത്തത്? ഒന്നും വേണ്ട എന്റെ തമ്പുരാട്ടി. നിന്റെ ഉപദേശങ്ങളും ഉപന്യാസങ്ങളും കേൾക്കാൻ ഇവിടെ ആരും തയ്യാറല്ല. നീ മിഥുനെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ച് കോടതി കയറിയപ്പോ തൊട്ട് ഞങ്ങളുടെ വീടുമായി നിനക്ക് യാതൊരു ബന്ധവും ഇല്ലാന്നും കൂടി ഓർക്കണം. ഈ കുടുംബത്തിലെ അംഗമാണെന്ന് പറയാനുള്ള യോഗ്യത പോലും നിനക്കിപ്പോ ഇല്ല. അതുകൊണ്ട് ഈ വീട്ടിൽ നടക്കുന്ന മംഗളകർമ്മങ്ങളെ കുറിച്ച് ഒരു അഭിപ്രായം പോലും പറയാൻ നീ ശ്രമിക്കാതിരുന്നാ നന്നായിരുന്നു. പ്രിയമതേ, അവൾക്ക് പറയാനുള്ളത് എന്താണെന്നെങ്കിലും ഒന്ന് കേട്ടൂടെ? വേണ്ടമ്മേ, അവള് നമ്മുടെ കുടുംബത്തോട് കാണിച്ച ചതി എന്താന്ന് അമ്മയ്ക്ക് മനസ്സിലാവാഞ്ഞിട്ടാ. ഒരു മിനിറ്റ് പ്രിയമത ചെറുമേ, ഞാൻ ആരുടെയും ജീവിതം തകർക്കാൻ ഒരുമ്പെട്ട് ഇറങ്ങിയിട്ടില്ല. പകരം ഞാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. നിങ്ങൾ ചെയ്യുന്നത് നല്ല കാര്യമായിരുന്നെങ്കിൽ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും അതിനെയൊക്കെ തച്ചുടച്ചുകൊണ്ട് സാക്ഷാൽ ഈശ്വരൻ തന്നെ ഈ കല്യാണം നടത്തിത്തരും. പക്ഷെ ഇതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും തിന്മയുണ്ടാവുന്നെങ്കിൽ, ആരുടെയെങ്കിലും ജീവിതം നശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശ്രമങ്ങളൊന്നും ഫലിക്കാനും പോകുന്നില്ല. ചേച്ചി ഇത് കേൾക്കുന്നുണ്ടോ? ഇപ്പോഴും അവള് പിടിച്ച മുയലിന് 3 കാലാന്നാ പറയുന്നത്. ഈ കല്യാണത്തിൽ പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് പറയാൻ പോലും ശ്രമിക്കുന്നില്ല. അവളുടെ പ്രകൃതം കണ്ടിട്ട് ഇനി ഈ കല്യാണത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് പേടിയാവുന്നു. അതോർത്ത് നീ പേടിക്കേണ്ട പ്രിയമതെ. സഞ്ജനയുടെ കല്യാണം മുടക്കാൻ മേഘന ഏതൊക്കെ വിധത്തിൽ പരിശ്രമിച്ചാലും ഞാൻ അതിന് വഴി തെളിച്ചു കൊടുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ധൈര്യമായിട്ടിരിക്കും. ഈ കല്യാണത്തിന് ഇടപെടാൻ പാടില്ലെന്ന് മേഘനയെ ഞാൻ വിലക്കിയിട്ടുള്ളതാ. ഒരു കാരണവശാലും ഇനി അവൾ ഇതിൽ തലയിടാൻ പറ്റില്ല. സഞ്ജനയുടെ കല്യാണം മുടക്കാൻ മേഘന ഏതൊക്കെ വിധത്തിൽ പരിശ്രമിച്ചാലും ഞാൻ അതിന് വഴി തെളിച്ചു കൊടുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ധൈര്യമായിട്ടിരിക്കും. സഞ്ജനെ, ഈ കല്യാണം എങ്ങനെ നടക്കോ, നിന്റെ ജീവിതം കണ്ണീരിലാവോ എന്ന് നിന്റെ മനസ്സ് കിടന്ന് പിടയ്ക്കുന്നത് എനിക്ക് അറിയാൻ കഴിയുന്നുണ്ട് മോളെ. നീ അതൊന്നും ഓർത്ത് തൽക്കാലം പേടിക്കേണ്ട ഒരു കാര്യമില്ല. പേടിക്കണ്ടെന്ന് മേഘനടുത്തേക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിലും ആ വാക്കുകൾക്ക് എന്ത് ഉറപ്പാണുള്ളത്? ഞാൻ കൂടെയുണ്ടെന്നുള്ളത് മാത്രം അതിന്റെ ഉറപ്പ്. നിനക്ക് ന്യായമായ ഒരു ജീവിതം കണ്ടെത്തി തരേണ്ടത് എന്റെ കടമയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? എനിക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്നും നല്ലൊരു ഭാവി ഉണ്ടാവണമെന്നും ഒക്കെ മേഘനേട്ടത്തെ മാത്രം വിചാരിച്ചുകൊണ്ടായില്ലല്ലോ. എന്നെ പ്രസവിച്ച അമ്മ അത് ചിന്തിക്കുന്നില്ല. ചെറുപ്പം തൊട്ട് എന്നെ വളർത്തി വലുതാക്കി ഈ കുടുംബം ചിന്തിക്കുന്നില്ല. എന്റെ മനസ്സിലുള്ളത് എന്താണെന്നറിയാനോ, എനിക്ക് ഈ കല്യാണം കൊണ്ട് സന്തോഷം കിട്ടുമെന്നോ, എന്റെ വിഷമത്തിന്റെ കാരണം എന്താണെന്നോ മനസ്സിലാക്കാൻ ഇവിടെ ആർക്കും താല്പര്യമില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിൽ എനിക്ക് സമാധാനത്തോടെ കഴിയാൻ പറ്റുമെന്ന് ഏട്ടത്തിക്ക് എങ്ങനെ തോന്നി? നിന്നെക്കുറിച്ച് ഈ കുടുംബത്തിലെ മറ്റാരും ചിന്തിച്ചിട്ടില്ലെങ്കിലും എന്റെ മനസ്സിൽ പനുക്ഷണം നിന്നെക്കുറിച്ചുള്ള ചിന്തകളേ ഉള്ളൂ. അതുകൊണ്ടായില്ലല്ലോ ഏട്ടത്തി. ഇന്നത്തെ ക്ഷണക്കത്ത് വരെ എത്തിക്കഴിഞ്ഞു. ഇപ്പൊ അത് എല്ലാവർക്കും വിതരണം ചെയ്യാനും തുടങ്ങിക്കാണും. ഇത്രയൊക്കെ ആയപ്പോ എന്ത് ധൈര്യത്തിന്റെ പേരിലാ നമ്മൾ ഇനിയും കാത്തിരിക്കാൻ പോണേ? എന്നെ കൊലക്കി കൊടുക്കാൻ